പ്രൈസ് ദി ലോർഡ്. ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ. ഗോഡ്സ് മൈൻഡ് മിനിസ്ട്രി എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാ പ്രിയപ്പെട്ടവരെയും യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ സ്നേഹവന്ദനം. നോഹയുടെ പെട്ടകം എന്ന് കേട്ടാൽ എല്ലാവർക്കും അത്ഭുതകരമാണ്. അത്ര വലിയൊരു പെട്ടകം ആ കാലഘട്ടത്തിൽ ആരും കണ്ടിട്ടില്ല. ഇന്നും അനേകർ സംസാരിച്ചു കൊണ്ടിരിക്കുന്ന ഒരു വിഷയം കൂടിയാണ്. എത്ര വലിയ പെട്ടകമായിരുന്നല്ലേ. ഗോഫേർ മരം കൊണ്ടും പശയും കീലും കൊണ്ടൊക്കെ ആ പെട്ടകം നിർമ്മിച്ചു. എന്നാൽ വെറും ഗോഫേർ മരം കൊണ്ടോ പശയും കീലും കൊണ്ടും മാത്രം ആ പെട്ടകത്തിന് ഉറപ്പ് വന്നില്ല. ആ പെട്ടകം അത്ര ഉറയ്ക്കാൻ കാരണം അത് വിശ്വാസം കൊണ്ട് പണിതത് കൊണ്ടാണ്. അതേ മഴ കാണാത്ത നോഹയോട് ദൈവം പറയുകയാണ്, ജലപ്രളയം കൊണ്ട് ഞാൻ ഈ മനുഷ്യരെ, ഈ ഭൂമിയെ നശിപ്പിക്കാൻ പോവുകയാണ്. അത് കേട്ടപാടെ ഇതൊരു കെട്ടുകഥയാണെന്ന് കേട്ട് നോഹ തള്ളിക്കളയാതെ തൻ്റെ ദൈവം തന്നോട് പറഞ്ഞ വാക്കിന്, നോക്കണമേ, അവിടെ സാധ്യതകളില്ലാത്ത ഒരു കാര്യമാണ് ദൈവം പറയുന്നത്. പക്ഷേ നോഹ വിഷയത്തിലല്ല, പറഞ്ഞ ദൈവത്തിലാണ് താൻ വിശ്വസിച്ചത്. ദൈവം പറഞ്ഞ ആ ഒരു ഹല്ലേലൂയ, ആ അലേർട്ട് മെസ്സേജ് താൻ ഏറ്റെടുത്തപ്പോൾ തന്റെ മുമ്പിൽ വന്ന വലിയൊരു പ്രളയത്തിൽ നിന്ന് തൻ്റെ കുടുംബവും താൻ രക്ഷപ്പെടുവാൻ ഇടയായി തീർന്നു. ഒരുപക്ഷെ നോഹ ആ വിഷയം കേട്ടിട്ട് ഇതെങ്ങനെ സംഭവിക്കുമെന്ന് പറഞ്ഞ് അവൻ തള്ളിക്കളഞ്ഞെങ്കിൽ ഒരുപക്ഷെ നോഹയ്ക്ക് ആ പ്രളയത്തിൽ നിന്ന് രക്ഷപ്പെടുവാൻ കഴിയില്ലായിരുന്നു. എന്നാൽ താൻ വിശ്വാസത്തിൽ പണിതു ആ പെട്ടകം. തന്നെക്കാൾ പടുകൂറ്റനായ ആ ഒരു പെട്ടകം പണിയുവാൻ നോഹയെ പ്രേരിപ്പിച്ചതും ആ വിശ്വാസമാണ്. പ്രിയപ്പെട്ടവരെ, ഈ ജലപ്രളയം പോലെ തന്നെ ഈ വരും കാലത്തിൽ, വരും നാളുകളിൽ എത്രയും പെട്ടെന്ന് യേശു ക്രിസ്തു വരും. അങ്ങനെ വരുമ്പോൾ ഈ ലോകം ഒരു നാശത്തിലേക്ക് തയ്യാറായിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ വരുമ്പോൾ ആ നാശത്തിൽ നാം പെട്ട് നശിച്ചു പോകാതിരിക്കണമെങ്കിൽ ഇന്ന് നോഹ ഒരു പെട്ടകം പണിതതുപോലെ വിശ്വാസം കൊണ്ട് നിങ്ങൾക്കും പണിയുവാൻ കഴിയുമെങ്കിൽ നിശ്ചയമായിട്ടും നിങ്ങൾക്കും ആ ഒരു വലിയ നാശത്തിൽ നിന്ന് രക്ഷപ്പെടുവാൻ കഴിയും. ഇതൊരു വെറുമൊരു സന്ദേശമാണ്, ഇതൊരു ക്രിസ്ത്യാനികളുടെ ഒരു കാര്യമാണെന്ന് നിങ്ങൾ തള്ളിക്കളയാൻ വരട്ടെ. ഇത് ഇന്ന് ലോകത്ത് സംഭവിച്ചു കൊണ്ടിരിക്കുകയാണ്. തിരുവചനത്തിൽ പറയുന്ന ഓരോ അടയാളങ്ങളും ഇന്ന് ലോകത്ത് സംഭവിച്ചു കൊണ്ടിരിക്കുകയാണ്. നാളെ നിങ്ങൾ ദുഃഖിക്കാതിരിപ്പാൻ, നാളെ നിങ്ങളുടെ നാശം വരാതിരിപ്പാൻ ഇന്ന് നോഹ പണിത പെട്ടകം പോലെ ആയിരിക്കണം നമ്മുടെ വിശ്വാസവും. ആ പെട്ടകം വെള്ളം വന്ന് പടുകൂറ്റൻ മലകളെയെല്ലാം മുക്കിക്കളഞ്ഞപ്പോഴും ആ പെട്ടകം അതിന്റെ മുകളിൽ ഉയർന്നു നിൽക്കുവാൻ ഇടയായി തീർന്നു. ആ പെട്ടകത്തിനകത്ത് മനുഷ്യരായി അവർ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അങ്ങനെയെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ നാം വിശ്വാസം കൊണ്ട് മുൻപോട്ട് പോകുവാൻ കഴിയുമെങ്കിൽ, ക്രിസ്തുവാകുന്ന യേശുവിനെ വിശ്വസിക്കാൻ നിങ്ങൾക്ക് കഴിയുമെങ്കിൽ നിശ്ചയമായും ആ പ്രളയത്തിൽ നിന്ന് ആ പെട്ടകം പോലെ ആ വിശ്വാസം നിങ്ങളെ കാത്തു സൂക്ഷിക്കുവാൻ ഇടയായി തീരും. നിങ്ങളെ നിങ്ങളെ രക്ഷിക്കുവാൻ ഇടയായി തീരും. ആ വിശ്വാസമാണ് നമ്മെ രക്ഷിക്കുന്നത്. ഈ ലോകത്തിലെ ഒരു ശക്തി കൊണ്ടും നമ്മെ യേശുവിന്റെ വരവെങ്കിൽ, യേശുവിന്റെ ആ കോപത്തിൽ നിന്ന് രക്ഷിപ്പാൻ കഴിയുകയില്ല. അതാണ് ഞാൻ മെയിനായി നിങ്ങളോട് പറഞ്ഞു വരുന്നത്. ഈ ലോകത്തിൽ യാതൊന്നിൽ പോയി ഒളിച്ചാലും നമുക്ക് രക്ഷപ്പെടുവാൻ കഴിയത്തില്ല. നിങ്ങൾക്ക് അവിടെ ആ ലോകത്ത് ആ കാലഘട്ടത്തിൽ നോഹ രക്ഷപ്പെട്ടത് ആ പെട്ടകം കൊണ്ട് മാത്രമാണ്. അങ്ങനെയെങ്കിൽ ഈ കാലഘട്ടത്തിൽ യേശുവിലുള്ള വിശ്വാസം കൊണ്ട് മാത്രമാണ് ദൈവത്തിന്റെ ആ കോപത്തിൽ നിന്ന് നമുക്ക് രക്ഷപ്പെടുവാൻ കഴിയുകയുള്ളൂ. അതുകൊണ്ട് കർത്താവ് യേശു ക്രിസ്തു നിങ്ങളെ സ്നേഹിക്കുന്നു, നിങ്ങളുടെ കുടുംബത്തെ സ്നേഹിക്കുന്നു. നിങ്ങൾ വിശ്വസിക്കുക. ദൈവത്തിന്റെ വരവെങ്കിൽ ലജ്ജിച്ചു പോകാതെ അവന് മുമ്പാകെ നാം നിൽക്കുക. പ്രൈസ് ദി ലോർഡ്. ആമേൻ.